ലാൽ സാറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ദൃശ്യം പടത്തില് അഭിനയിക്കുമ്പം ഒരു വിമർശനം വന്നതാണ്. ഭയങ്കര നാട്ടുംപുറത്തുള്ള ഒരു സ്ത്രീ, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള സാരി, പിന്നെ മേക്കപ്പ് ഇട്ട് വരുന്നു. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു വിമർശനം കേട്ടപ്പോ എന്താ തോന്നിയത് ആ സമയത്ത്? അങ്ങനത്തെ ഒരു വിമർശനം വന്നോ? എനിക്കിതുവരെ സത്യമായിട്ട് അറിഞ്ഞില്ല. അങ്ങനെ ഒന്ന് വന്നായിരുന്നു. സാരിയൊക്കെ എല്ലാം അവരാണ്. ഇറ്റ് വാസ് ഓൾ പ്രൊഡക്ഷൻ. ഇറ്റ് വാസ് നോട്ട് മൈ പേഴ്സണൽ കോസ്റ്റ്യൂമർ ഓർ അങ്ങനെ ഒന്നുമില്ല. ബട്ട് ഇറ്റ് വാസ് ഓൾ ദെയർ സെലക്ഷൻ. കോട്ടൺ സാരി പിന്നെ അയൺ ചെയ്യില്ലേ? അത് കേട്ടിട്ടില്ല. കോട്ടൺ സാരി വാഷ് ചെയ്തിട്ട് അങ്ങനെ ഉടുക്കാൻ പറ്റില്ലല്ലോ. അയൺ ചെയ്യുമ്പോ അത് അങ്ങനെ നോർമൽ അല്ലേ? അത് പറയണമല്ലേ? എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അവർക്ക്? എല്ലാം പോസിറ്റീവ് ആയി പോയാ എങ്ങനെ? എവിടെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടായ ബെറ്റർ ആണ്. അതെ. പിന്നെ ഈ നൈനിക അധികം സംസാരിക്കാത്ത ഒരു ആളാണ് എന്ന് പറയണം ഞാൻ കേട്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയില് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ഷി വാസ് സോ പ്രൗഡ് ഓഫ് യു. ലൈക്ക് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ അമ്മ ഒരു ആക്ടർ അല്ല, ഒരു ആക്ട്രസ് അല്ല, എന്റെ അമ്മ തന്നെയാണ്. അതിനിടയിൽ കൂടെ ഒരു കാര്യം പറഞ്ഞു, അമ്മ ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കണേല് സൈഡായിട്ട് നൈസായിട്ട് എണീക്കണേലൊന്നും പറയരുത്, ഞാൻ അതിൽ വർക്ക്ഔട്ട് ചെയ്തോളാം. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ സർപ്രൈസ്ഡ് ആയിട്ടല്ല വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പറയുകയും ചെയ്തു എക്സ്പ്രഷൻ, പിന്നെ എന്റെ മോൾ ഇത്ര അധികം സംസാരിക്കുവോ? അതെ, എനിക്ക് ഇറ്റ് വാസ് വെരി സർപ്രൈസിങ് ആൻഡ് ക്വൈറ്റ് ഷോക്കിംഗ് ഓൾസോ. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഐ വാസ് ലൈക്ക് റിയലി ഷോക്ക് ടു സീ ഹർ ടോക്ക്. ബിക്കോസ് വീട്ടിലുള്ളപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല വെറുതെ. ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് ഹർ ഫ്രണ്ട്സ് ഓർ ഹർ സ്റ്റഡീസ് ഓർ അങ്ങനെ എന്തെങ്കിലും. ഇറ്റ്സ് നത്തിങ് അബൌട്ട് ലൈക്ക് എന്റെ കാര്യങ്ങൾ എന്താണ്. ഐ ഡോണ്ട് ഷെയർ മച്ച് വിത്ത് ഹർ അബൌട്ട് മൈ കാര്യങ്ങൾ, അങ്ങനെ പറയാറില്ല. But she can make out. നമ്മള് അമ്മയോട് സംസാരിക്കുമ്പോ, ഫ്രണ്ട്സോട് സംസാരിക്കുമ്പോ she keeps listening അല്ലേ. So I think she knows. പറയാണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കുന്ന അതേപോലെ മീനമ്മയുടെ അമ്മനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ മക്കള് പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ മകളായി ജനിച്ചത് എന്റെ ഭാഗ്യം. പക്ഷെ മീനമ്മയുടെ അമ്മ പറഞ്ഞതുണ്ടല്ലോ, എന്റെ മകളായിട്ട് അവള് ജനിച്ചത് എന്റെ ഏതോ മുൻജന്മ ഭാഗ്യാണ് എന്ന് പറഞ്ഞതല്ലേ? അതെ, പറഞ്ഞു. ബട്ട് I don't know what to say for this. Actually ഞാനാണ് വളരെ ഫോർച്ചുനേറ്റ് ചൈൽഡ് എന്ന് പറയണം. ബിക്കോസ് അങ്ങനത്തെ ഒരു അമ്മ വാസ് ലൈക്ക് വാസ് എ ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. അതാണ് പറയണം. സോ ഇതുവരെ ഇങ്ങനത്തെ ഒരു മീന ഈ സ്ഥായിക്ക് വന്നിട്ട് ഇത്ര വലിയ ഒരു കരിയർ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മൈ പേരൻസ്, മൈ മദർ ആൻഡ് ഫാദർ. So all the credit goes to them, especially mother. അതെ. ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഈ സോഷ്യൽ മീഡിയാസിലൊന്നും അധികം ആക്റ്റീവായിട്ട് കാണുന്നില്ല. അതെന്തുകൊണ്ടാ? ഇപ്പോഴും പടത്തിൽ അഭിനയിക്കുന്നു, പിന്നെ പോകുന്നു, പിന്നെ എവിടെയും കാണുന്നില്ല ആളെ, പിന്നെ അടുത്ത പടത്തിലായിരിക്കും കാണുന്നത്. എന്താ അങ്ങനെ മാറി നിൽക്കുന്നതാണോ ആൾ? Yeah, I'm always a private person. So ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ എല്ലാം ഷെയർ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് ദാറ്റ്സ് നോട്ട് വെരി കംഫർട്ടബിൾ ഫോർ മീ. സോ എനിക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം എന്ന് വിചാരിക്കുമ്പോൾ ഐ ട്രൈ കൈൻഡ് ഓഫ് ഡു സംതിങ് ഇൻ സോഷ്യൽ മീഡിയ. അല്ലെങ്കിൽ ഐ എം ഓൾവേസ് എ ലിറ്റിൽ സിനിമ ചെയ്യുന്നുണ്ട്, ഷോസ് ചെയ്യുന്നുണ്ട്, അതിന്റെ പിക്ചേഴ്സ് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് റിയലി യൂസ് മച്ച് ഓഫ്